നടയിൽ ഈ തെക്ക് വടക്ക് നീളത്തിലാണ് ഫ്രണ്ടിലത്തെ റോഡ് ഫുള്ള് ഇതുപോലെ മുകളിൽ പച്ച നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടായതുകൊണ്ടായിരിക്കാം. ഇവിടെ എല്ലാ ഹോട്ടലുകളുണ്ട്, എല്ലായിടത്തും ഏതാണ്ട് ഒരേ റേറ്റൊക്കെയാണ്. വലിയ വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ അത്യാവശ്യം റേറ്റ് കുറഞ്ഞുള്ള. ഇന്നലെ ഞങ്ങൾ രാത്രി കഴിച്ച ഹോട്ടലിൽ അത്ര വലിയ റേറ്റൊന്നുമില്ല. ഇവിടെയും ഒരു ഇത് വീടാണോ സ്ഥാപനമാണോ അല്ല, വിവേകാനന്ദ മെഡിറ്റേഷൻ ഹാൾ ആണ്. അപ്പോൾ ഇവിടെ മേളിൽ ശിവലിംഗം പൂജിക്കുന്ന ശ്രീരാമസ്വാമിയും ഹനുമാനും ലക്ഷ്മണനും സീതാദേവിയും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയുണ്ട് ശ്രീരാമൻ്റെ മുകളിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും. ഹനുമാൻ സൈഡിലുണ്ട്, ശിവലിംഗം സൈഡിലുണ്ട്. ശ്രീ വിവേകാനന്ദ മെഡിറ്റേഷൻ ഹാൾ. ഗോപുരത്തിൻ്റെ കിഴക്കൻ നടയിലെ മെയിൻ ഗോപുരത്തിൻ്റെ വടക്ക് വശത്തായിട്ട്, അതായത് ഇടത്ത് വശത്ത് ശ്രീരാം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും തമിഴിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഡൽഹി രജിസ്ട്രേഷൻ നമ്പറാണ് 1718. അങ്ങനെ ഈസ്റ്റ് കാർ സ്ട്രീറ്റ്, രാമേശ്വരം. ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബിൽഡിങ് അവരുടെ ആയിരിക്കാം. ഇവിടെ ഇത് വടക്ക് വശത്ത് നോർത്ത് കാർ സ്ട്രീറ്റ്. ഈ വടക്കിഴക്കെ മൂലയിൽ ഇവിടെ ഇങ്ങനെ ഒരു ചായക്കടയുണ്ട്. കടകളൊക്കെ സൈഡിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, ശംഖും ഒക്കെയുള്ള കടകളുണ്ട്. എല്ലാ ഇതിലും വാഹനങ്ങൾ വരുന്നുണ്ട്. കാർ സ്ട്രീറ്റ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നോർത്ത് കാർ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പഴയ കെട്ടിടങ്ങളുണ്ട്. ഇവിടെ ഒരു മണ്ഡപം പോലെ ഒരു ഗേറ്റ്, ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഇത് വടക്ക് കിഴക്ക് മൂലയാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം കാണുന്നുണ്ട്. അത് ക്ഷേത്രം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ക്ഷേത്ര ഗോപുരം മാത്രമേ ഉള്ളൂ, തുറന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഇതാണ് വടക്ക് കിഴക്ക് മൂല. ഇത് വടക്കേ നടയാണ്. നമുക്ക് ഈ വടക്കേ നടയുടെ കാഴ്ചയും പടിഞ്ഞാറ് നടയുടെ കാഴ്ചയും കണ്ടിട്ട് അകത്തേക്ക് പോവാം. ഓരോരോ മുട്ടായിട്ട് സെപ്പറേറ്റ് വിൽക്കാനുള്ള ഇത് മാറ്റി വെച്ചേക്കുന്നത്. 4 മുഖ രുദ്രാക്ഷ ഇരിക്കാം. 4 മുഖ രുദ്രാക്ഷ ഇരിക്കാം. എവ്വളോ? பரவாயில்ல. எவ்வளோ இருக்கு? இது 300 ரூபாய் வரும். சிறிய காய் உண்டு 100 ரூபாய். 100 ரூபாய். ഇത് വലിയ കായാണ്. 4 മുഖ രുദ്രാക്ഷമാണ്. ഇരിക്കുന്നതിലെ വലിയ കായാണ്. 4 മുഖം. 6 മുഖമുണ്ട്. 6 മുഖം ഉണ്ടല്ലേ? ഇത് ശിവശക്തി 2 മുഖം. എവ്വളോ ഗൗരി ശങ്കർ. எவ்வளோ இருக்கு? இது வந்து 100 ரூபாய். அதே கௌரி சங்கர் இது கூட 300 ரூபாய் வரும். இது 2 முகம். 2 முகம். 2 முகம். பாருங்க, இந்த வரி கோடு அதே மாதிரி இங்கிட்ட ஒரு கோடு. இது 2 முகம். இது கௌரி சங்கர். இந்த பழங்கள் எப்படி இது ஒரிஜினலா? ஒரிஜினல் தாங்க. கௌரி சங்கர் ஆணும் பெண்ணும் இணைஞ்சது. 4 முகம். சின்ன காய் இருக்கு. சின்ன காய் இருக்கா? എല്ലാം തപ്പിയെടുക്കുന്നുണ്ട്. அதுக்கு கொஞ்சம் வள்ளிய சைஸ் கூட. இது எவ்வளோ இருக்கு? 100 ரூபாய் கொடுத்தாங்க. 100 ரூபா. இது 4 தமிழ் 3க்கு கூட்டி 3 வேண்டாம். வரவே இதை சேர்ந்து எடுங்க. கொடுங்க, சேர்ந்து எடுங்க. இல்லை வர பைசா போனி பண்ணலாம். ஃபஸ்ட்டு போனி അവിടെ 4 മുഖ രുദ്രാക്ഷവും 6 മുഖ രുദ്രാക്ഷവും ഒക്കെ ഉണ്ട്. ചെറിയ 4 മുഖ രുദ്രാക്ഷത്തിന് 100 രൂപയാണ് പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. 100 രൂപയ്ക്കൊക്കെ ഒന്നും കിട്ടിയാലും. എനിക്കറിയില്ല. ഞാൻ ഋഷികേശിലൊന്ന് ചോദിക്കണം. ഋഷികേശിലെ നമ്മുടെ കക്ഷിയോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ അവിടെ എത്ര രൂപയാണെന്ന് അറിയത്തില്ല.
ഇത് ഒറിജിനൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗൗരി ശങ്കരം എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഒന്നിച്ച് ചേർന്നുണ്ടല്ലോ, അതായത് ടിൻ രണ്ട് ഇതിനാണ് ഗൗരി ശങ്കരം എന്ന് പറയുന്നത്, ഒന്നിച്ചേർന്നത്. അത് ഒട്ടിച്ചതാണ് എന്നാണ് സംശയം. രണ്ടെണ്ണം എടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ആരും അറിയാത്ത രീതിയിൽ ഒട്ടിച്ചേർത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വാസയോഗ്യമായിട്ടുള്ളിടത്തുനിന്ന് വാങ്ങിക്കുക. വടക്കേ നടയാണ്, വടക്കേ നട. ഇതിപ്പോൾ ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് ഉള്ള വീഡിയോ ഇതിനകത്ത് മുഴുവൻ ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് കടന്നു വന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഋഷിപ്രോക്തൻ ചാനലിലേക്ക് പറ്റിയ ഒരു വ്ലോഗാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ 21 മുഖങ്ങളുമുള്ള രുദ്രാക്ഷത്തെക്കുറിച്ച് ഋഷിപ്രോക്തം ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ പ്രയോജനങ്ങളും അതിൻ്റെ ദേവതകളും അത് ധരിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ള എല്ലാ സമ്പൂർണ്ണ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. രുദ്രാക്ഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണ അറിവ് അതിനകത്ത് കിട്ടും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഈ രുദ്രാക്ഷം ഇതുപോലുള്ള ഇത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാം. അതിനുവേണ്ട അറിവാണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. വടക്ക് വശത്തെ റോഡാണ്. ഇതിൽ കൂടെയും തെക്ക് വശത്തെ റോഡിൽ കൂടെയുമാണ്, തെക്കേ നടയിൽ കൂടെയും വടക്കേ നടയിൽ കൂടെയാണ് അകത്തേക്ക് കയറുന്നത്. എനിക്കൊന്ന് തെക്കേ നടയിൽ കൂടെ അകത്തേക്ക് ഇറങ്ങുന്നു, വടക്കേ നടയിൽ കൂടെയും കിഴക്കേ നടയിൽ കൂടെ അകത്തേക്ക് കയറുന്നു. ഇത് വടക്കേ നടയിലെ ഗോപുരമാണ്. അതുകൊണ്ട് വടക്കേ നടയിലെ ഗോപുരത്തിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ തെക്കേ നടയിലെ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം കാണാം. പക്ഷേ തെക്കേ നടയിലെ ഗോപുരത്തിൻ്റെ അകത്തൂടെ നോക്കിയാൽ ക്ഷേത്രം നിൽക്കുന്നത് കൊണ്ട് തന്നെ വടക്കേ ഈ ഗോപുരം കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വടക്കേ ഗോപുരം. അപ്പം ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. കൽത്തൂണുകളും കല്ലിലെ പ്രതിമകളും എല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. വീഡിയോ മിസ്സാക്കാതിരിക്കുക. എത്ര ലെങ്ത് ഉണ്ടെങ്കിലും എത്ര വിസ്മയം അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്കിപ്പോൾ പടിഞ്ഞാറേ നടയിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. പടിഞ്ഞാറേ നടയിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കൂടി പടിഞ്ഞാറേ നടയിലേക്ക് പോവുക. അപ്പോൾ പടിഞ്ഞാറേ നടയും കൂടെ കാണിച്ചിട്ട് നമുക്ക് കിഴക്കേ നടയിൽ കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതും ക്ഷേത്രത്തിലെ തീർത്ഥ സ്നാനം തുടങ്ങി ക്ഷേത്രത്തിനകത്തെ ദാരുശില്പങ്ങൾ, കല്ലിൽ തീർത്ത ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം വീഡിയോയിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ വീഡിയോയിൽ ദൃശ്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് കാണാം. ക്ഷേത്രത്തിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ദൃശ്യങ്ങളൂടെ ഉൾപ്പെടുത്തുമ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ ഇതിനു മുമ്പെടുത്ത ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. നടയാണ് പടിഞ്ഞാറേ നടയിൽ. അവിടെയൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഓരോ ഇതുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പടിഞ്ഞാറേ വശത്തെ റോഡാണ്. പടിഞ്ഞാറേ വശത്ത് വടക്ക് മൂലയിൽ അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രം എന്താണെന്ന് നോക്കാം. ഇവിടെ എന്തോ തമിഴ്നാട് സ്റ്റൈല് ഒരു രാജാവിൻ്റെ 2 രാജാക്കന്മാർ ഒന്നിച്ച് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രീതിയിലാണ്. പണ്ട് ഞാനൊരു കഥാസരിത്സാധനത്തിൽ ഒരു തമിഴ് രാജാവിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് 2 രാജാക്കന്മാരായിട്ടാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു സ്മാരകമായിരിക്കാം. തമിഴിലാണ് എഴുതി വച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇത് വിവേകാനന്ദ വിദ്യാലയമാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ മുമ്പിലാണിത് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ മുമ്പിൽ ഇത് അതുമായിട്ട് സ്കൂളുമായിട്ട് ബന്ധമുള്ളതായിരിക്കത്തില്ല. അതല്ലാതെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ചരിത്ര പ്രാധാന്യമുള്ള. എന്തായാലും അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് നമുക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് പോകാം. പടിഞ്ഞാറേ ഗോപുരം കണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിഴക്ക് വശത്തൂടെ അകത്ത് കയറാം. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമാണ്. പടിഞ്ഞാറേ ഗോപുരം അവിടെ 2 പണിയൊക്കെ നടക്കുന്നുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിനകത്തേക്ക് ആ കൽത്തൂണുകളൊക്കെ ദൃശ്യമാകുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് അത്രയും നേരിട്ട് കാണാം. അപ്പോൾ ഇവിടെ നേരെ പടിഞ്ഞാറോട്ട് ഇതുപോലെ ഒരു റോഡ് പോയിട്ടുണ്ട്. പടിഞ്ഞാറ് വശത്ത് തെക്കുവടക്ക് നീളത്തിലുള്ള ആ ക്ഷേത്രം ചുറ്റിയുള്ള 4 വശത്തുള്ള റോഡാണിത്. ഞാൻ ആ മൂലയ്ക്ക് നിന്നാണ് നമ്മുടെ വന്ന് കയറി ഈ 4 വശവും നിങ്ങൾക്കായിട്ട് ദൃശ്യം കാണിച്ചത്.
ഇവിടെ ഏതാണ്ട് ജോലികൾ നടക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് ഇനി അകത്തെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടുന്ന് ഇനി തെക്കേ റോഡിൽ കൂടെ കയറി കിഴക്കോട്ട് വന്ന് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തെ ദൃശ്യങ്ങളും മറ്റും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും പ്രാധാന്യവും ഒക്കെ കാണാം. ഇതാണ് തെക്ക് വശത്തെ റോഡ്. ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടുന്ന് വീണ്ടും കിഴക്ക് വശത്ത് ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോ രാമേശ്വരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ തെക്കേ നടയിലെ പടിഞ്ഞാറ് തെക്കേ ഗോപുരത്തിൻ്റെ അല്പം പടിഞ്ഞാറ് വശത്താണ്. ഇന്ത്യക്കാരിങ്ങനെ പോവുകയാണ്. കാല ബല ചരച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും സംസ്കാരം ഒന്നിച്ചു കൂടിയാണ്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ മലയാളികൾ അല്പം ശാന്തരാണോ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ 2 ഗോപുരങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു ഗോപുരത്തിൻ്റെ നടുക്കുള്ള ഗോപുരത്തിൻ്റെ മുകൾ ഭാഗവും തെക്കേ ഗോപുരത്തിൻ്റെ ഏതാണ്ട് ഒരു പടിഞ്ഞാറേ ഭാഗവുമാണ് കാണുന്നത്. അപ്പം വീഡിയോ ഇതിൻ്റെ ഐതിഹ്യവും സമ്പൂർണ്ണ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്ത് പ്രോത്സാഹിച്ചാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും തുടർന്ന് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോയിൽ ഫുഡിൻ്റെ കാര്യം, ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കാര്യം അത്രയ്ക്കൊരു ഭംഗിയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒക്കെ ഫുഡിൻ്റെ കാര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമേശ്വരത്തൊക്കെ വിശേഷമായിട്ട് ഫുഡ് പ്രാധാന്യമുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഫുഡിൻ്റെ എനിക്ക് അത്രയും അങ്ങോട്ട് പിടിയില്ല. ഞാൻ കഴിച്ച ഫുഡുകളൊക്കെ ആവറേജ്, ചിലപ്പം ബിലോ ആവറേജ് എന്നും വേണമെങ്കിൽ പറയാവുന്ന ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയിലൊന്നും കാണിക്കാനും മാത്രമില്ല. അപ്പം മറ്റൊരിക്കൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇവിടെ നല്ല സ്പെഷ്യലായിട്ടുള്ള വൃത്തിയും ഒക്കെയുള്ള റെസ്റ്റോറൻറ്റോ ഫുഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞു, മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് അതായത് ഇവിടുന്ന് നേരെ മധുരയിലേക്കാണ് പോകുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം ഒക്കെ പോകുന്നുണ്ട്. അപ്പം പോകുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ രാമേശ്വരത്തുള്ള കോദണ്ഡരാമ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ, ഇന്നലെ ഞങ്ങൾ വൈകിട്ട് മറ്റൊരു ക്ഷേത്രം ദർശിച്ചിരുന്നു. അതായത് വിഭീഷണൻ്റെ അതായത് കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷം കണ്ടു. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത ദിവസമുണ്ട്. അതിനുശേഷം കോദണ്ഡരാമസ്വാമി ക്ഷേത്രം, അതിനുശേഷം നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രവും മധുരയിലെ കാഴ്ചകളുമൊക്കെ ഉടനെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ തൽക്കാലം നിങ്ങളിൽ നിന്ന് വിരാമം എടുക്കുകയാണ്. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.